ഹായ്, സുഖല്ലേ? ഇത് മുത്തശ്ശിമാരുടെ ഐശ്വര്യത്തിൻ്റെ ഒരു അമൂല്യ നിധിപ്പെട്ടി. ഒരുപാട് വിശ്വാസങ്ങളും രസകരമായ കഥകളുമുള്ള ഒരു ആരോഗ്യപ്പെട്ടി. പണ്ട് പെണ്ണ് കാണലിന് വന്നാൽ കല്യാണം ഉറപ്പിക്കണമെന്ന് വരെ തീരുമാനിക്കാൻ ഒരു പ്രധാന പങ്ക് ഈ പെട്ടിക്കുണ്ടായിരുന്നു അത്ര. അപ്പോൾ ഈ അഞ്ചരപ്പെട്ടിയെക്കുറിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള വിശ്വാസങ്ങളും ഓർമ്മകളും നിങ്ങൾക്ക് അറിയണത് എന്തായാലും എനിക്ക് പറഞ്ഞു തരണട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ മരത്തിൻ്റെയോ ബ്രാസിൻ്റെയോ സ്റ്റീലിൻ്റെയോ ഒരു മസാലപ്പെട്ടി നമ്മുടെ വീട്ടിൽ എന്തായാലും വേണം കേട്ടുള്ളൂ. അഞ്ചരപ്പെട്ടി എന്നായിരുന്നു ഇതിൻ്റെ പേര്, കാരണം 5 or 6 അറകളുള്ള പെട്ടിയായിരുന്നു. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഏറ്റവും നടുവിൽ ഏകദേശം വരണ ഒരെണ്ണത്തിൽ നമ്മൾ മഞ്ഞളും ഒരു 11 രൂപയുടെ കോയിനും ഒരു കഷ്ണം പച്ചക്കർപ്പൂരം കുറച്ച് മല്ലി കൂടി ഇട്ട് വയ്ക്കും. കാരണം ഈ പെട്ടി ലക്ഷ്മി ദേവിയുടെ വാസമുള്ള സ്ഥലമാണെന്ന് പറയാം. അപ്പോൾ 2 കഷ്ണം ചുക്കും കൂടെ ഞാൻ അതിലിട്ടിട്ടുണ്ട്. പണ്ടുള്ള അമ്മൂമ്മമാർ ഉറങ്ങി എണീച്ചതും ഇത് കണി കാണും, ഇത് തുറന്നു നോക്കുന്നൊക്കെയാണ് പറയണത് കേട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ മസാലപ്പെട്ടിയിലെ രാജാവ് ആരാന്നറിയോ? കടുകാണ്. കടുക് തറയിൽ വീണ വഴക്കുണ്ടാവും, കടുക് പാത്രം കാലിയാവാൻ പാടില്ല, അങ്ങനെ ഒരുപാട് 100 വിശ്വാസങ്ങൾ കടുകിനെ പറ്റിയിട്ട്. അപ്പോൾ കടുക് രാജാവാണെങ്കിൽ റാണി ആരാന്നറിയോ? അതാണ് നമ്മുടെ കുരുമുളക്. അപ്പോൾ ഈ കടുകും കുരുമുളകും എപ്പോഴും അടുത്തടുത്ത് വെക്കണം അത്രേ, ഇല്ലെങ്കിൽ വീട്ടിൽ വഴക്കുണ്ടാവും. ഭാര്യയും ഭർത്താവും ഒക്കെ അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കും അത്രേ. അപ്പോൾ ഇതിനെ അടുത്ത് തന്നെ വെച്ചോളൂ കേട്ടോ. അപ്പോൾ കടുക് രാജാവും കുരുമുളക് റാണി അവരെപ്പോഴും ഒന്നിച്ചിരിക്കണം. പിന്നെ വേണ്ടത് നമുക്ക് മസാലകളിൽ എപ്പോഴും എരിവാണല്ലോ, അപ്പോൾ നമ്മൾ ഉണക്കമുളകാണ് കേട്ടോ ഇടണത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ പണ്ടുള്ളവരെല്ലാവരും പൊടികളല്ലല്ലോ ഉപയോഗിച്ചിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ അതേമാതിരി വെക്കണം. ഞാൻ പൊടികളിടാൻ വേറൊരു പാത്രം ഉപയോഗിക്കേണ്ടത്, ഞാനത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ വേണ്ടത് മല്ലിയാണ്. മല്ലിക്കും ഉണ്ട് കഥകൾ. മല്ലിയുടെ അകത്ത് പൈസ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നിറയെ പൈസ ഉണ്ടാവും എന്നാണ് പറയണത്. നമ്മുടെ ചെറുപ്പത്തെ മുത്തശ്ശിമാരൊക്കെ കാശ് ചോദിക്കുമ്പോൾ ഈ ജീരകത്തിൻ്റെയും മല്ലിയുടെയൊക്കെ മണം വരുന്ന നാണയങ്ങൾ നമുക്ക് എടുത്തു തരാറില്ലേ? ഓർമ്മയില്ലേ അത് നിങ്ങൾക്കൊക്കെ? നമുക്ക് മുട്ടായി വാങ്ങാനും ധർമ്മക്കാർ വരുമ്പോൾ കൊടുക്കാനും ഒക്കെ അതൊന്നല്ലേ നമുക്ക് എടുത്തു തരാറ്. പിന്നെ വേണ്ടത് ജീരകമാണ്. പിന്നെ ഇട്ടത് നമ്മൾ ഉലുവയാണ് കേട്ടുള്ളൂ. പണ്ട് മുത്തശ്ശിമാരുടെ കാലത്ത് പെണ്ണ് കാണാൻ വരുമ്പോൾ അവർ കാരണവന്മാർ അടുക്കളയിൽ പോയി ഈ പെട്ടി തുറന്നു നോക്കൂത്രേ. അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും ആ വീട്ടിലെ അടുക്കും ചിട്ടയും ആ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് അത് നോക്കി മനസ്സിലാക്കൂത്രേ. പിന്നെ നമുക്കിനി വറുത്തിടാനുള്ള സാധനങ്ങൾ എടുക്കാം കേട്ടോ. ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്. ഉഴുന്നുപരിപ്പിലും ഉണ്ട് രസമായ കഥ. പണ്ടത്തെ മരുമക്കൾ പണിയൊന്നുമില്ലാതെ വെറുതെ ഇരിക്കണ കണ്ടു കഴിഞ്ഞാൽ അമ്മയമ്മമാർ ഈ കടൽപ്പരിപ്പും ഉഴുന്നുപരിപ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെക്കൂത്രേ. എന്നിട്ട് പറയൂത്രേ അതിനെ സെപ്പറേറ്റ് ആക്കി വെക്കാൻ പറയൂത്രേ, പണി കൊടുക്കുത്രേ. അങ്ങനെ അതൊക്കെ വെറുതെ പറയണതാണോന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള പഴയ കഥകളാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ രസകരമായ കഥകൾ കേട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് പറഞ്ഞു തരണട്ടോ. കമൻറ്റ് ചെയ്യണം, ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. പണ്ടുള്ളവർ ദൃഷ്ടിദോഷം മാറ്റാനും ചെറിയ വീട്ടുവൈദ്യത്തിനും എല്ലാം ഉള്ള സാധനങ്ങൾ ഇതെന്ന് തന്നെയാണ് എടുക്കുക. അതുകൊണ്ട് തന്നെ ഇത് വീട്ടിലൊരു ആരോഗ്യപ്പെട്ടി കൂടിയാണ്. ഇനി മണത്തിനുള്ള സാധനങ്ങൾ കരയാമ്പൂ, ഏലക്ക, കശകശ, പട്ട, തക്കോലം, അങ്ങനെ നമ്മൾ മണത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളും അതിലിടണം കേട്ടോ. പിന്നെ ഈ പെട്ടി ഒരിക്കലും കാലിയാവാതെ സൂക്ഷിക്കണം. നമ്മുടെ വീട്ടിലെ അരിപ്പെട്ടി, ഉപ്പുപാത്രം, കടുകുപാത്രം ഒന്നും ഒരിക്കലും പറ്റരുത്, ശൂന്യമാവാനേ പാടില്ല എന്നാണ് കേട്ടോ പറയുക. അതൊന്നും നമുക്ക് ഐശ്വര്യത്തിന് നല്ലതല്ല. ഇതുപോലൊരു പെട്ടി നമ്മൾ വീട്ടിൽ സൂക്ഷിക്കണതുകൊണ്ട് നമുക്ക് നല്ലതേ വരുള്ളൂ. നമുക്ക് എന്തായാലും ഇതിപ്പോൾ ഇങ്ങനെ നിറഞ്ഞൊരു ഓർഗനൈസ് ആയിട്ടിരിക്കുന്ന ഒരു സാധനം കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബല്ലേ കിട്ടുക. അതുകൊണ്ട് ഇതൊക്കെ പഴയ ഉള്ളവർ പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത് വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഇതിൽ വെക്കാൻ പാടാത്ത 2 കാര്യം: ഒന്ന് എള്ള് വെക്കാൻ പാടില്ല, ഉപ്പ് വെക്കാൻ പാടില്ല. എള്ള് നമ്മൾ ശനിദോഷത്തിന് ഉപയോഗിക്കണതും അതിനൊരു നെഗറ്റിവിറ്റി ഉള്ളത് കാരണം അത് നമ്മളിതിൽ ഉപയോഗിക്കില്ല. പിന്നെ ഉപ്പും നമ്മളിതിൽ ഉപയോഗിക്കില്ല. അപ്പോൾ എന്തായാലും ഇതുപോലൊരു അഞ്ജനപ്പെട്ടി, ഒരു ഐശ്വര്യപ്പെട്ടി നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നോർത്തിലും ഉണ്ട് അവരുടെ സ്നേഹം വീട്ടിൽ വരുന്നവരെ അതിഥികളെ സ്വീകരിക്കാനും അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാനും ഒക്കെ ഒരു ബോക്സ്. അതും എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാണിത്, മുഖ്വാസ് ബോക്സ്. മുഖ്വാസ് എന്നാണ് കേട്ടോ പറയുക ഇതിന്. അപ്പോൾ മൗത്ത് ഫ്രഷ്നറായിട്ടും ഡൈജഷന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് അവർ ഉപയോഗിക്കുന്നത്. മല്ലിയുടെ പരിപ്പ്, അയമോദകം, പെരിഞ്ചീരകം, ഇപ്പോൾ പിന്നെ പല മിക്സ് ആയിട്ടുള്ള സീഡ്സും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉപ്പിട്ടിട്ട് വറുത്തിട്ട് അതിനെ ഇതുപോലെ വെക്കും കേട്ടോളൂ. പിന്നെ ഇതിലുള്ളത് മീട്ടാ പാനിൻ്റെ അകത്ത് വയ്ക്കണ ഗുൽക്കന്തില്ലേ അത്, പിന്നെ കുറച്ച് നെല്ലിക്ക ഉണക്കിയത് മധുരട്ടിട്ട്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഇതും എല്ലാം കൂടെ വെക്കും. ഈ കൃഷ്ണൻ്റെ ബോക്സ് കാണാൻ നല്ല രസമല്ലേ? ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇടാട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ പൊടികളൊക്കെ ഇടാൻ വേറൊരു ബോക്സാണ് ഉപയോഗിക്കണമെന്നാണ്. ഇതിലും ആദ്യം മഞ്ഞളും മല്ലിയും പച്ചക്കർപ്പൂരം വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഉലുവപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ഞാൻ പൊടികൾ മാത്രം ആക്കിയിട്ട് ഒരു ബോക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴും വൃത്തിയായിട്ട് നിറച്ചും വെച്ചിട്ടുള്ള ഈ അഞ്ചരപ്പെട്ടി വീടിൻ്റെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും നമുക്ക് ഒരുപാട് ഹെൽപ്പാവും. പഴമക്കാരുടെ ആ അടുക്കും ചിട്ടയും നമ്മളും ഫോളോ ചെയ്യണതുകൊണ്ട് നമുക്കൊരു ദോഷവും വരില്ലല്ലോ. സമയവും ലാഭിക്കാം, ഗ്യാസും ലാഭിക്കാം, എല്ലാം നമ്മുടെ കയ്യെത്തും ദൂരത്ത് തന്നെ കിട്ടില്ലേ. ഇതിനെ നമുക്ക് നല്ലൊരു ക്ലീനായ ഒരു സ്ഥലത്ത് നമുക്ക് എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ബോക്സ് നിങ്ങൾ എന്തായാലും സൂക്ഷിക്കൂ. നിങ്ങൾക്കറിയണ രസകരമായ കഥകളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യൂട്ടുള്ളൂ.